കൊച്ചിയിൽ എന്താണ് അവസ്ഥ? നേരത്തെ വെള്ളക്കെട്ട് പല ഭാഗങ്ങളിലും വലിയ രൂക്ഷമായ പ്രശ്നമുണ്ടാക്കുന്നതാണ്. അപ്പോൾ തുടർച്ചയായി മഴ പെയ്യുന്നത് ഏതൊക്കെ ഭാഗങ്ങളിൽ വലിയ പ്രയാസമുണ്ടാക്കുന്നുണ്ട്? മധ്യ കേരളത്തിൽ മറ്റു ജില്ലകളിലെയൊക്കെ അവസ്ഥ എന്താണ് നിതിൻ? സൈഫുദ്ദീൻ, എറണാകുളം ജില്ലയിൽ നിലവിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. രാത്രിയിൽ അതിശക്തമായ മഴയായിരുന്നു എറണാകുളം ജില്ലയിൽ ഉണ്ടായിരുന്നത്. ഇന്ന് രാവിലെ പുലർച്ചെയാണ് ഈ കാക്കനാട് ചെമ്പുമുക്ക് ഈ റോഡ് ഇടിഞ്ഞ് താഴ്ന്നത്. ചെമ്പുമുക്ക് അട്ടിപ്പേറ്റി നഗർ റോഡാണ് ഇടിഞ്ഞ് താഴ്ന്നത്. കനത്ത മഴയിൽ, രാത്രിയിലത്തെ കനത്ത മഴയിലാണ് ഈ റോഡ് ഇടിഞ്ഞ് താഴ്ന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടപ്പള്ളി തോടിൻ്റെ ശുചീകരണത്തിന് വേണ്ടി മണ്ണെടുത്തിരുന്നു ഈ തോടിനുള്ളിൽ നിന്ന്. അതും കൂടി ഈ തോടിൻ്റെ അല്ലെങ്കിൽ ഈ റോഡ് ഇടിഞ്ഞ് താഴാൻ വലിയൊരു കാരണമായിട്ടുണ്ട്. ഇന്ന് പുലർച്ചെയാണ് ഈ സംഭവം. ഇന്ന് പുലർച്ചെ 5 മണിക്കാണ് ഈ സംഭവം നടക്കുന്നത്. ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്ന, ഒരുപാട് വാഹനങ്ങൾ യാത്ര ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട റോഡുകളിലൊന്നാണ്. അപ്പോൾ ഈ റോഡ് തകർന്നത് വലിയ ആശങ്കയുണ്ടായിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ നിലവിൽ ഈ ക്രമീകരണങ്ങളൊക്കെ, വാഹനങ്ങൾ കടന്നു പോകാതിരിക്കാനൊക്കെ ഇവിടെ ക്രമീകരണങ്ങൾ നടത്തുന്നുണ്ട് ആളുകൾ. ഒപ്പം തന്നെ ബന്ധപ്പെട്ട് അധികാരികളൊക്കെ തന്നെ വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ചേട്ടാ, എപ്പോഴാണ് ഈ സംഭവം നടന്നത്? ഇന്ന് വെളുപ്പിനാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ദൈവാനുഗ്രഹം എന്ന് തന്നെ പറയേണ്ടി വരും ഇതിനകത്ത്. കാരണം ഇന്ന് സ്കൂളൊക്കെ അവധിയാണ്, കൂടുതൽ സഞ്ചാരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ രക്ഷപ്പെട്ടു ഇതിനകത്ത്. പിന്നെ നമ്മൾ ഈ 2-3 മാസമുള്ള ഈ റോഡ് പണിതിട്ട്, ഈ റോഡ് പണിത ഭാഗത്ത് ഇപ്പം നമുക്ക് നോക്കിയറിയാൻ പറ്റും, അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ആ കെട്ട് തള്ളിയതല്ല. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ പള്ളി കോമ്പൗണ്ട് വരുന്ന മതിലിൻ്റെ ഭാഗമാണ് ഇടിഞ്ഞേക്കണത്. അത് കഴിഞ്ഞ ദിവസം എടപ്പള്ളി തോട് ക്ലീൻ ചെയ്തായിരുന്നു. അപ്പോൾ JCBക്ക് തോണ്ടിയപ്പോഴത്തേക്കും അടിയിൽ നിന്ന് ചെളിയെല്ലാം കോരിയപ്പോൾ മണ്ണ് എങ്ങനെയോ ഊതി അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പുറത്തുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ നല്ല പ്രഷറിൽ വരുന്ന വെള്ളമാണ്, ഈ കോമ്പൗണ്ടിൽ നിന്ന് വരുന്ന വെള്ളം. അങ്ങനെ തള്ളിയ വെള്ളം പോയതാണ് ഈ ഭാഗം ഇടിയാൻ കാരണം. നമുക്ക് പണിയിൽ അപാകതയുണ്ടെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഇത് നിങ്ങൾക്ക് നോക്കി തന്നെ അറിയാൻ പറ്റും. റോഡ് ഇപ്പോഴും ആ കെട്ടിയ ഭിത്തികൾ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഈ ഭാഗത്ത് ഇടിഞ്ഞ് മൊത്തം മണ്ണ് താഴത്തേക്ക് ഇരുന്നതിന്റെ പേരിലാണ് ഇങ്ങനെ സംഭവിച്ചത്. നിലവിൽ ഈ റോഡ് വഴി വാഹനങ്ങൾ പോകാതിരിക്കാൻ ക്രമീകരണങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞില്ല. അതെല്ലാം ഉടനെ അപ്പം തന്നെ ചെയ്തു. പിന്നെ ജനങ്ങൾക്ക് കുടിവെള്ളം, കറണ്ട് ഇത് കിട്ടാനുള്ള സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാട്ടർ അതോറിറ്റിനെയും KSBനെയും വിളിച്ച് കാര്യങ്ങൾ. കുടിവെള്ള പൈപ്പിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ട്? കുടിവെള്ള പൈപ്പ് പൊട്ടിപ്പോയി. അത് ചെയ്യാനുള്ളത് വാട്ടർ അതോറിറ്റിനെ വിളിച്ച് പറഞ്ഞ് അത് അവർ ഇപ്പം തന്നെ ചെയ്യാമെന്ന് പറഞ്ഞാണ്. വാട്ടർ അതോറിറ്റിനെയും KSBനെയും അതുപോലെ തന്നെ AXനെ വിളിച്ച് പറഞ്ഞു. AX പറഞ്ഞു ഉടനടി തന്നെ ഈ റോഡിൻ്റെ പണി നമുക്ക് വേഗം ചെയ്യാനുള്ള സംവിധാനം ചെയ്യാം എന്നുള്ള ഇതും പറഞ്ഞിട്ടുണ്ട്. സൈഫുദ്ദീൻ, 2 മാസം മുൻപാണ് ഈ റോഡിൻ്റെ പണി ഏകദേശം പൂർത്തിയായത്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ കനത്ത മഴയിൽ ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത്. പ്രധാനമായും ഇടപ്പള്ളി തോടിൻ്റെ ശുചീകരണത്തിൻ്റെ ഭാഗമായി ഈ തോടിൽ നിന്ന് മണ്ണെടുത്തത് കൂടിയാണ് ഇങ്ങനെ ഒരു അപകടത്തിന് കാരണമായതെന്നൊരു സംശയം ആളുകൾക്കുണ്ട്. പ്രത്യേകിച്ച് ഈ മണ്ണെടുത്തപ്പോൾ തന്നെ ഇതിൽ കനത്ത മഴയിൽ ഈ റോഡിനടിയിലെ മണ്ണ് ഒലിച്ചു പോയെന്നൊരു സംശയം ഏർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വലിയൊരു അപകടം ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്ന, ഒരുപാട് ആളുകൾക്ക് പോകേണ്ട ഒരു വഴിയായിരുന്നു. ആ വഴിയാണ് ഇപ്പോൾ ഇങ്ങനെ ഇടിഞ്ഞ് തകർന്ന് കിടക്കുന്നത്. ഇപ്പോൾ ഇത് പണി പൂർത്തിയാക്കാൻ ഒരുപാട് നാളുകൾ തന്നെ വേണ്ടി വരും ഒരു പക്ഷേ. എന്തായാലും മറ്റു മഴ വാർത്തകളിലേക്ക് കൂടി പോവുകയാണെങ്കിൽ, എറണാകുളം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. നിലവിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ തന്നെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്കൂളുകൾ, അംഗനവാടികൾ അല്ലെങ്കിൽ കോളേജുകൾ, ട്യൂഷൻ സെൻ്ററുകളൊന്നും തന്നെ പ്രവർത്തിക്കില്ല. പക്ഷേ നേരത്തെ മുൻനിശ്ചയിച്ച പ്രകാരമുള്ള യൂണിവേഴ്സിറ്റി പരീക്ഷകളൊക്കെ തന്നെ ഇത് നടക്കും. ഏതായാലും കനത്ത മഴയ്ക്ക് ചെറിയൊരു ശമനമുണ്ടെങ്കിൽ പോലും ഓറഞ്ച് അലേർട്ടാണ്. വലിയ തോതിലുള്ള മഴ തന്നെ എറണാകുളത്ത് ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. സൈഫുദ്ദീൻ.